നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരാണെങ്കിലും മണിപ്പൂരിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. സൗത്ത് ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടിക്ക് ചരിത്ര വിജയം. സൗത്ത് ഓസ്ട്രേലിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രീമിയർ പീറ്റർ മിലോണസ്കസിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി. പോളിംഗ് അവസാനിപ്പിച്ച് കേവലം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ലേബർ സർക്കാരിന്റെ ഭരണ തുടർച്ച ഉറപ്പായതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 24 സീറ്റുകൾ വേണ്ട സ്ഥാനത്ത് ലേബർ പാർട്ടി 29 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രാരംഭ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. 2022 വിജയത്തിന് ശേഷം മിലോണസ്കസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ വലിയൊരു അംഗീകാരമാണ് ഈ ചരിത്ര വിജയമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ലേബർ പാർട്ടിയുടെ ഈ ആധികാരിക വിജയം സൗത്ത് ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ്. നോർത്തേൺ ടെറിട്ടറിയിൽ അതീവ ജാഗ്രത. ക്വീൻസ്ലൻഡ് തീരത്ത് നാശം വിതച്ച നഗരം ചുഴലിക്കാറ്റിപ്പോൾ കാറ്റഗറി 3 വിഭാഗത്തിലൂടെ ശക്തി ആർജിച്ചതിന് പിന്നാലെ നോർത്തേൺ ടെറിട്ടറിയുടെ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രിയോടെ ബിറാനി നമ്പുൾവാർ പ്രദേശങ്ങൾക്കിടയിലൂടെ ഇത് കരയിലേക്ക് പ്രവേശിക്കുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റും കനത്ത മഴയും വടക്കൻ മേഖലയിലെ നദികൾ നിറഞ്ഞു കവിയാനും കാരണമായിട്ടുണ്ട്. പെട്ടെന്നുള്ള പ്രളയത്തിന് സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിനായി കൂടുതൽ സേനയെ പ്രശ്നബാധിത മേഖലകളിലേക്ക് മുൻകൂട്ടി വിന്യസിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ കനത്ത മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ വടക്കൻ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സിഡ്നി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ കൊടുങ്കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കനത്ത ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഗോൾഫ് ബോളിന്റെ വലുപ്പത്തിലുള്ള ആലിപ്പഴ വീഴ്ചയും അനുഭവപ്പെട്ടു. ആലിപ്പഴ വീണ വാഹനങ്ങളുടെ ചില്ലുകൾ തകരുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും കാരണമായിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് റോഡ്, റെയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് യാത്രക്കാരെ മണിക്കൂറുകളോളം വലയ്ക്കുകയും ചെയ്തിരുന്നു. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുത ബന്ധം നിലച്ച അവസ്ഥയിലാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സ്റ്റേറ്റ് എമർജൻസി സർവീസ് രംഗത്തുണ്ടെന്നും വരും മണിക്കൂറുകളിലും ജാഗ്രത തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ യാത്രാ ചിലവ് കുറയ്ക്കാൻ ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതിയിലേക്ക് മാറണമെന്ന അഭിപ്രായവുമായി വിദഗ്ധർ രംഗത്തെത്തി. പെട്രോൾ, ഡീസൽ വിലയിലുണ്ടായ അമിതമായ വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ സാരമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഓഫീസുകളിലേക്കുള്ള ദിവസേനയുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വലിയ തരത്തിൽ തുക ലാഭിക്കാൻ സാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ധന ലാഭത്തിന് പുറമെ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ചെലവ് കുറയ്ക്കാനും ഇത് സഹായകമാകും. സാധ്യമായ ഇടങ്ങളിൽ പൊതുഗതാഗത സംവിധാനങ്ങളായ ബസ്സും ട്രെയിനും പരമാവധി പ്രയോജനപ്പെടുത്താനും ജനങ്ങളോട് സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശം നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വം കാരണം വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഗുണകരമാകുമെന്നാണ് നിർദ്ദേശങ്ങൾ. Planning to buy your dream jewelry the smart way? Introducing our Jewelry Purchase Program, a simple way to purchase your jewelry through easy monthly installments. Choose the monthly installment amount and plan duration as per your convenience. Gold weight equivalent to your monthly payment gets accumulated every month. Bring home your dream jewelry at the end of the program. Complete transparency and the assurance of the trusted Malabar Promise. Bring home the shine with the Jewelry Purchase Program. Enroll today. ന്യൂ സൗത്ത് വെയിൽസിന്റെ തെക്കൻ തീരപ്രദേശമായ നാറുമേയിലുണ്ടായ വെടിവെപ്പിൽ 30-കാരനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെ ഒരു പാർപ്പിട മേഖലയിൽ വെടിവെച്ച് കേട്ട നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. കാലിന് വെടിയേറ്റ യുവാവിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇയാളുടെ നില നിലവിൽ തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അക്രമി ആരാണെന്നോ വെടിവെപ്പിനുള്ള കാരണമെന്തെന്നോ ഇതുവരെ വ്യക്തമാകാത്തതിനാൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശം പൂർണ്ണമായും നിലവിൽ പോലീസ് കാവലിലാണ്. ശാസ്ത്രീയ പരിശോധനകൾക്കായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അറിയിക്കണമെന്ന് പോലീസ് ജനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
നിക്കോള ഒളിസ്ലാഗോസിന് ലോക ഇൻഡോർ അത്ലറ്റിക്സിൽ സുവർണ തിളക്കം. ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയൻ ഹൈജമ്പ് താരം നിക്കോള ഒളിസ്ലാഗോസിന് തുടർച്ചയായ 3-ാം തവണയും സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. 2024-25 വർഷങ്ങളിലെ മികച്ച പ്രകടനം ആവർത്തിച്ച നിക്കോള 2026-ലും തന്റെ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. ലോകത്തിലെ കരുത്തരായ മറ്റ് താരങ്ങളെ പിന്തള്ളിയാണ് നിക്കോള ഈ വിജയം സ്വന്തമാക്കിയത്. നിലവിൽ 2.04 മീറ്റർ എന്ന ഓസ്ട്രേലിയൻ നാഷണൽ റെക്കോർഡ് നിക്കോളയുടെ പേരിൽ തന്നെയാണുള്ളത്. വിക്ടോറിയയിലെ പ്രമുഖ മലയാളി സംഘടനയായ സമത ഓസ്ട്രേലിയയുടെ ഈ വർഷത്തെ ആദ്യ ആഘോഷ പരിപാടിയായ ഈസ്റ്റർ വിഷു ഈദ് ഈവ് 2026 ഏപ്രിൽ 11 ശനിയാഴ്ച നടക്കും. മെൽബണിലെ ക്ലേറ്റൺ ഹാളിൽ വെച്ച് വിപുലമായ സാംസ്കാരിക പരിപാടികളോടെയാണ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഈ സംഗമത്തിൽ വിവിധയിനം കലാപരിപാടികളും ഹൃദ്യമായ ഗാനസന്ധ്യയും അരങ്ങേറും. കൂടാതെ തനിനാടൻ ഭക്ഷണ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ തട്ടുകട ശൈലിയിലുള്ള സ്റ്റാളുകൾ ആഘോഷത്തിന് പ്രത്യേകം മാറ്റിക്കൂട്ടും. മെൽബണിലെ മലയാളി കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്ന ഈ സാംസ്കാരിക വിരുന്നിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സംഘാടക സമിതി അറിയിച്ചു. പ്രവാസി സമൂഹത്തിനിടയിൽ കലയും സംസ്കാരവും വളർത്തുന്നതിനുള്ള സമതയുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി കൂടിയാണ് ഈ പരിപാടി. ഇറാന്റെ എണ്ണ വാങ്ങാൻ ഇന്ത്യൻ കമ്പനികൾ ഒതുങ്ങുന്നതായി റിപ്പോർട്ട്. 14 കോടി ബാരൽ ഇറാൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം അമേരിക്ക താൽക്കാലികമായി നീക്കിയതിനെ തുടർന്നാണ് ഈ നീക്കം. 3 ഇന്ത്യൻ കമ്പനികൾ എണ്ണ വാങ്ങുന്നതിന് സർക്കാരിന്റെ അനുമതി കാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കടലിൽ കെട്ടിക്കിടക്കുന്ന കപ്പലുകൾക്കുള്ള ഉപരോധമാണ് അമേരിക്ക നീക്കിയിരിക്കുന്നത്. എണ്ണവില അന്താരാഷ്ട്ര തലത്തിൽ ഉയരാതിരിക്കാനാണ് അമേരിക്ക ഉപരോധം നീക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 3-ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി. 11 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതോടെ ആകെ 97 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി. കോൺഗ്രസ് വിട്ട BS അനൂപ്, RS അരുൺരാജ് എന്നിവരെയാണ് ബിജെപി സ്ഥാനാർത്ഥികൾ ആക്കിയിട്ടുള്ളത്. RJD വിട്ട ISJDയിൽ ചേർന്ന TN സുരേഷ് കോവളത്ത് മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി LDF. താനൂർ, വള്ളിക്കുന്ന്, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലായിരുന്നു പ്രഖ്യാപനം നടത്താനുണ്ടായിരുന്നത്. ഇവിടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ നാഷണൽ ലീഗ് പിന്തുണയോടെ LDF സ്വതന്ത്രനായി അഡ്വക്കേറ്റ് CP മുസ്തഫയാണ് ജനവിധി തേടുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി LDF സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. LDF നേതാക്കൾ റിയാസുമായി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.